സ്വലാത്തുൽ ഹുദൂർ ചൊല്ലുമ്പോൾ നമുക്കറിയാതെ ഓർമ്മ വരുന്ന ഒരു നാമമാണ് ശൈഖുന അലിക്കുഞ്ഞി മുസ്ലിയാർ എന്ന വലിയ സ്വാത്വികനായ, വലിയ ആശിഖുർ റസൂലായ വലിയ മഹാപണ്ഡിതൻ. അല്ലാഹുവേ, ഓര ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഓര ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഓര ഹദറാത്തിലേക്ക് നിങ്ങൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും മദ്ഹുകളും അസ്മാഉൽ ഹുസ്നയും ഒരു വലിയ ഇനാഥായി നീ എത്തിക്കണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളോടുള്ള എന്തെന്നില്ലാത്ത ഇഷ്കും മഹബത്തും പ്രിയവും ഞങ്ങളെ കൽബിലേക്ക് നീ ധാരാളമായി വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. സ്വലാത്തുൽ ഹുദൂർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എല്ലാവർക്കും അതിന്റെ ഇജാസത്ത് കൊടുത്തു. സാധുവായി വിനീതനും ലഭിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഹുദൂർ ചൊല്ലാൻ പറയും എല്ലാവരോടും. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അതവർക്ക് എല്ലാവർക്കും ആര് എന്ത് വന്ന് ചോദിച്ചാലും, ഉസ്താദേ എനിക്കൊരു ജീവിതത്തിൽ എന്നും പതിവാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു അമല് പറഞ്ഞു തരുമോ, ഇജാസത്ത് തരുമോ എന്ന് ചോദിച്ചാൽ ശൈഖുന താജുശ്ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് അവര് കൊടുത്തിരുന്നത് സ്വലാത്തുൽ ഹുദൂറായിരുന്നു. നമ്മുടെ മദനിയത്തിൽ നമ്മളെല്ലാ ദിവസവും അത് 10 തവണ ചൊല്ലുന്നു. അല്ലാഹുവേ, ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, പൊരുത്തപ്പെടണേ റബ്ബേ. പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുത്തുനബിയെ അഭിസംബോധനം ചെയ്യുന്ന ആ ശൈലി എത്ര മനോഹരമായിരുന്നു, എത്ര ഭംഗിയുള്ളതായിരുന്നു. അൽഹംദുലില്ലാഹ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ സമുന്നത നേതൃത്വമായി പ്രവർത്തിച്ച് അങ്ങനെ ധാരാളം ശിഷ്യഗണങ്ങളുടെ ഗുരുനാഥനായി, ഉസ്താദുൽ അസാതീദായി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവികളും വലിയ ബഹുമാനങ്ങളും വലിയ ആദരവുകളും നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന, അല്ലാഹുവേ, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ഇഷ്കിന്റെ വഴികളാണ്, മഹബത്തിന്റെ വഴികളാണ് നമ്മൾ പിന്തുടരുന്നതും നമ്മൾ ഫോളോ ചെയ്യുന്നതും. അല്ലാഹുവേ, മരണം വരെ പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ പൊരുത്തത്തിലായി നല്ല ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പെടുത്തണേ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് തവണ മദീനയിലെത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. അവരുടെ ആണ്ടിന്റെ സമയമാണ്. ശഅബാൻ 20 ഓർ വഫാത്തായത്. ഓര ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.